Good morning, dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം പാർട്ട് 7 ആണ്. ഗ്ലോബൽ സോഴ്സിംഗ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്യാഷ് ഡിസ്കൗണ്ടിനെ പറ്റി പഠിക്കാനുണ്ട്, ഫോറിൻ കറൻസിയെ പറ്റി പറയാൻ, ടാക്സസ്, ദെൻ ഓഫ് സീസൺ ആൻഡ് പ്രൊമോഷണൽ ഡിസ്കൗണ്ട്, എക്സിക്യൂട്ടീവ് പർച്ചേസിംഗ് ആൻഡ് സോഴ്സിംഗ് പ്രോസസ്സ്. ഇതിൽ സോഴ്സിംഗ് പ്രോസസ്സാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ വെച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, സോഴ്സിംഗ് പ്രോസസ്സാണ്. ഓക്കെ, സോഴ്സിംഗ് പ്രോസസ്സിൽ കുറേ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോഴ്സിംഗ് പ്രോസസ്സിൽ പ്രധാനമായിട്ട് ഫസ്റ്റ് പോയിന്റ് ഡിറ്റർമിനിങ് ദ കാറ്റഗറീസ് ആണ്. Determining the categories. Is the source is category. Each category may have distinct features and supermarket department of stores. അതായതിലും സൂപ്പർ മാർക്കറ്റ് സ്റ്റോഴ്സിൻ്റെ പർച്ചേസിങ്ങും പ്രൊഡക്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്ന കൺസ്യൂമറിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് എന്തിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സോഴ്സിംഗ് പ്രോസസ്സിൽ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതിൽ മിസ് വായിച്ചു തരാം. ഡിറ്റർമിൻ കാറ്റഗറീസ് എന്നുള്ള ഭാഗത്തിൽ ദ റീറ്റെയിലർ മസ്റ്റ് ഫേം ദ ഈച്ച് കാറ്റഗറി മേ ഹാവ് ഡിസ്റ്റിങ്ക്ട് ഫീച്ചേഴ്സ്, പോയിന്റ് ഓഫ് അറ്റൻഷൻ ഫോർ ബൈയിങ് ആൻഡ് റിക്വയർഡ്, ആൻഡ് സൂപ്പർ മാർക്കറ്റ് ഓർ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് നീഡ് മെനി supply the record. For example, garment stores can see ladies wear and kids wear etc., which are procured for different sources. ലേഡീസ് കിഡ്സിൻ്റെ മെറ്റീരിയൽസും മെൻസ് വിയർ, അത് ജെൻസിൻ്റെ വിയറും ഒരേ കടയിൽ വിൽക്കുന്നതും എന്താണ് ഇതിൻ്റെ ഡിറ്റർമൈനിങ് കാറ്റഗറീസിൽ വരുന്നത്. വിച്ച് ആർ പ്രൊസിക്യൂർഡ് ബൈ ഡിഫറെൻറ്റ് സോഴ്സസ് എന്നാണ്. അത് ഓൾറെഡി നമുക്കറിയാം. ലേഡീസ് ഉപയോഗിക്കുന്ന സാധനങ്ങളും പുരുഷന്മാർ ഉപയോഗിക്കുന്നതും അത് വ്യത്യസ്ത സോഴ്സിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ വിൽക്കുന്നത് ഒരുമിച്ചാണെങ്കിലും വരുന്നത് പല സോഴ്സിൽ നിന്നാവും. Then internet to gather data regarding categories in demand. Internet emerging the biggest alternative data information of warehousing. This trend fast catching up in the India also. ഇന്റർനെറ്റ് ഇങ്ങനെ സ്പ്രെഡ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. സോഴ്സ് പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഴ്സിംഗ് പ്രോസസ്സാണ്, അതിലാണ് ഡിറ്റർമിനിങ് കാറ്റഗറീസ് ഉള്ളത്. നെക്സ്റ്റ് യൂസ് ഓഫ് ഇന്റർനെറ്റ് ഗ്യാദർ ഡാറ്റ റിഗാർഡിങ്, അത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഗ്ലോബൽ സോഴ്സിംഗ് ഡിസിഷൻസ് ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഗ്ലോബൽ സോഴ്സ് ഡിസിഷൻ എന്താണ് ഗ്ലോബൽ ഡിസിഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ ഫോഴ്സ് ഡിസിഷൻ എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. സ്പൗസിംഗ് മേ ബി നാഷണൽ ഇന്റർനാഷണൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസിഷൻ ആൻഡ് റീറ്റെയിലർ after considering a various factors. It is clear that the retailer may go for national source in international source of proceeding. Okay, then ഇതിൽ പറയുന്നത് source may be national or international. Source method. ഇപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഗ്ലോബൽ സോഴ്സിംഗ് ഡിസിഷൻ എന്നതിൽ നമ്മൾ പറയുന്നത് സോഴ്സ് നാഷണലി എന്ത് ചെയ്യും കിട്ടും, നമുക്ക് ഇന്റർനാഷണലിയും കിട്ടും. സോഴ്സിംഗ് മേ ബി നാഷണൽ ഓർ ഇന്റർനാഷണൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസിഷൻ ഓഫ് ദി റീറ്റെയിലർ ആഫ്റ്റർ കൺസിഡറിങ് വേരിയസ് ഫാക്ടേഴ്സ്. അത് റീറ്റെയിലർ വിചാരിക്കുന്ന പോലെ പർച്ചേസ് ചെയ്യാൻ അവർക്കാണ് അവകാശം, അവരുടെ ഫ്രീഡമാണ്. റീറ്റെയിലർ ആണ് അതിനുള്ള ഓണർഷിപ്പ്, അദ്ദേഹമാണ് കടയിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നതും അവിടെ അതായത് സെയിൽസ്മാൻമാരെ അവർക്ക് ശമ്പളം സാലറി കൊടുക്കുന്നതൊക്കെ അവരായിരിക്കും, അവിടുത്തെ സ്റ്റാഫിനെ നിയമിക്കുന്നതൊക്കെ. അതുകൊണ്ട് അവർക്ക് എന്തിൻ്റെ അധികാരം, അവർക്ക് നാഷണലി അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങണോ പുറത്തുനിന്ന് കൊണ്ടുവരണമെന്നൊക്കെ ആര് തീരുമാനിക്കും, റീറ്റെയിലേഴ്സ് തീരുമാനിക്കും. While optioning the international source for proceeding branded products, അധികം ഇന്റർനാഷണൽ പ്രൊഡക്ട്സ് എന്തായിരിക്കും, ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആയിരിക്കും. നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്ട്സും ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. ദ റീറ്റെയിലേഴ്സ് മസ്റ്റ് കീപ് ഇറ്റ് മൈൻഡ് സം ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ദി സോഴ്സ് ഓഫ് ഡിസിഷൻ. അപ്പോൾ ചില റീറ്റെയിലേഴ്സിന് അറിയാം ഇവർ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ബ്രാൻഡഡ് കമ്പനികളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലൊരു എന്തുണ്ടാവും, ഒരു വിശ്വാസം ഉണ്ടാവും, നമ്മൾ അവിടെ നിന്നാണ് എടുക്കുക. പിന്നെ ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും, തമ്മിലുള്ളൊരു എന്താ പറയുക സൈക്കോളജിക്കൽ ഇൻട്രാക്ഷൻ, നമ്മൾ അവിടെ തന്നെ സാധനം പർച്ചേസ് ചെയ്യുള്ളൂ. അതും ലെറ്റ്സ് ഡിസ്കസ് ദ മെനു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഴ്സിംഗ് പ്രോസസ്സാണ്. സോഴ്സിംഗ് ദെൻ കൺട്രി ഓഫ് ഒറിജിൻ. വൈൽ സോഴ്സിംഗ് ഇന്റർനാഷണൽ പ്രൊഡക്റ്റ്, അതായത് അന്താരാഷ്ട്രപരമായിട്ടുള്ള സോഴ്സ് ഉറവിടങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യും, റീറ്റെയിലേഴ്സ് മസ്റ്റ് always keep in mind and reputation of the country of origin as well as the costs involved and expected perception of customer.
അതായത് ഇന്റർനാഷണൽ ആയിട്ട് വരുന്ന പ്രൊഡക്ട്സ് റീറ്റെയിലേഴ്സ് മസ്റ്റ് ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ഓഫ് റെപ്യൂട്ടേഷൻ. അത് അവരുടെ മൈൻഡിൽ എപ്പോഴും റെപ്യൂട്ടഡ് മീൻസ് അത്രയും നല്ല തലത്തിൽ ചിന്തിച്ച് നല്ലൊരു സ്ഥാനം കൊടുത്ത് മനസ്സിൽ നല്ലൊരു സ്ഥാനം കൊടുത്തിട്ട് തന്നെയാണ് അവരെ ഇന്ററാക്ഷൻ ചെയ്യുന്നതും എടുക്കുന്നതും അല്ലേ. അതിപ്പോൾ ഗവൺമെന്റിന്റെ എന്ത് വേണം ലൈസൻസും കാര്യങ്ങളും അതൊക്കെ വേറെ ഒഫീഷ്യൽ കാര്യങ്ങൾ. പൊതുവേ ഉള്ള ജനറൽ കാര്യങ്ങളാണ് നമ്മളിവിടെ സോഴ്സ് പ്രോസസ്സ്, അതായത് ഗ്ലോബൽ സോഴ്സിങ്ങിലുള്ള സോഴ്സ് പ്രോസസ്സിനെ പറ്റി നമ്മൾ പറയുന്നത്. എക്സാമിനേഷൻ ഓഫ് ട്രേഡ് ഡിസ്കൗണ്ട്, അതിൽ ഡിസ്കൗണ്ട് എടുക്കുന്നുണ്ടാവും, അതായത് ടാക്സ്, ലീഡ് ടൈംസ്, സീസൺ, പ്രൊമോഷണൽ ഇതൊക്കെ നമ്മൾ എന്താ സോഴ്സിൽ ഉൾപ്പെടുക. ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുക, നമ്മൾ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് വാങ്ങുന്നത് കൊടുക്കുന്നത്, ആൻഡ് ലീഡ് ടൈം ഓഫ് സീസണിൽ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ആണ്, അതായത് ഇപ്പോൾ മഴയുടെ ഓവർകോട്ടൊക്കെ മഴ സീസണിൽ അല്ലേ നമ്മൾ റെയിൻകോട്ട് റെയിനി സീസണിൽ വാങ്ങുന്നതാണ് റെയിൻകോട്ട്. ഓരോ സീസണിലുണ്ടാവും. നെക്സ്റ്റ് പിന്നെ എന്താ പറയുക, തണുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, മഫ്ലേഴ്സ് ചെവി മൂടുന്ന മഫ്ലേഴ്സ് ആയിരിക്കും ആ സീസൺ. ഓരോ സീസണിലും ഓരോരോ ഡ്രസ്സിങ് പാറ്റേൺ ആണ്. അപ്പോൾ അതനുസരിച്ചുള്ള ലീഡ് ചെയ്യുന്ന റീറ്റെയിലേഴ്സ് അവർക്ക് സൈക്കോളജിക്കലി അവർ വാങ്ങുന്ന കമ്പനി ബ്രാൻഡഡ് കമ്പനികളിൽ നിന്ന് ഒരു എന്തുണ്ടാവും, ഇന്ററാക്ഷൻ ഉണ്ടാവും. അങ്ങനത്തെ അതും എന്തിൽ ഉൾപ്പെടുന്നു, നമ്മുടെ സോഴ്സിങ് പ്രോസസ്സിൽ ഉൾപ്പെടുന്നു. ഫോറിൻ കറൻസി ഫ്ലക്ച്വേഷൻ, ഫോറിൻ കറൻസി ഇതിൽ നമ്മൾ ഫോറിൻ കറൻസി ഇറ്റ്സ് ഫ്ലക്ച്വേഷൻസ് ആണ് അല്ലേ, ഫ്ലക്ച്വേഷൻസ്. ഈ ഫ്ലക്ച്വേഷൻസിൽ പറയുന്നത് as we know that currency exchange the rates range from time to time, therefore while marketing global sourcing decision a retailer has to be cautious of the foreign currency fluctuation. This is one of the aspects of which makes the product expensive or cost offensive depending upon the fluctuation with market. Moreover it will be the interest of retailer. Okay, അപ്പോൾ എന്താ പറയുന്നത്, ഫോറിൻ കറൻസി ഫ്ലക്ച്വേഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ആസ് വി നോ ദാറ്റ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സ് ചേഞ്ച് ഫ്രം ടൈം ടു ടൈം. കറൻസി എന്ന് പറയുന്നത് മാറി മറിയുന്ന സംഭവമാണ്. നമുക്കറിയാം 2000 നോട്ടൊക്കെ മാറിയതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു അല്ലേ. ഓരോ വീട്ടിൽ ഓരോ എന്താ പറയുക ബിസിനസ്മാൻമാരിൽ കെട്ടിക്കിടക്കുന്ന ക്യാഷൊക്കെ വെറും കടലാസിൻ്റെ മാത്രം പവറായി മാറിയിരുന്ന ഒരു കാലഘട്ടം അന്നും നമ്മൾ ജീവിച്ചിരുന്നതാണ് അല്ലേ. അപ്പോൾ കറൻസി ഡേ ടു ഡേ അല്ലെ ടൈം ടു ടൈം അതിൽ കൊടുത്തത് അല്ലേ. ഇറ്റ്സ് ചേഞ്ച് ഫ്രം time to time. Therefore while marketing global sourcing decision, retailer has to be cautious of the foreign currency aspect which makes the product open the fluctuation in the market. Okay, അതും അങ്ങനെയാണ് പറയുന്നത്. Then the tax policy is one of the most important then tax policy, taxesനെ പറ്റി പറയുകയാണെങ്കിൽ the tax policy is one of the important factors for international sourcing which is product. There are export and import which makes product of depending upon the laws and law land. അതായത് ലോസ് നിയമങ്ങൾ നോക്കിയിട്ടാണ് ടാക്സസ്, അതായത് ഇന്റർനാഷണലി എന്ത് ചെയ്യുമ്പോൾ കയറ്റുമതിക്കും ഇറക്കുമതിക്കൊക്കെ എന്താവശ്യമാണ് ടാക്സസ്. എക്സ്പെൻസീവ് ഉള്ള ടാക്സസ് ഉണ്ടാവും, എക്സ്പെൻസീവ് അല്ലാത്ത ടാക്സസ് ഉണ്ടാവും. ഓക്കെ, and the need for multilateral trade of agreements and facilities of trade remove the trade barriers and other trade promotional may facilitate better information sharing the exporters and export and importers അല്ലേ. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു വേർഡിന് എന്ത് ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഇതിൽ കൊടുത്തിട്ട് ഇത് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. Then comparative evaluation and selection of the supplier source. Okay, comparative evaluation, analyzation എന്നൊക്കെ പറയും നമ്മൾ. evaluation and selection of the supplier sources. When the retailer has identified the vendor source of supply, the next step is evaluate the select the suppliers. This is the critically important for retailer probability. അതായത് once the retailer has identified the source of supply, retailer എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അവർ സപ്ലൈ ചെയ്യുന്ന സോഴ്സ് എവിടെ നിന്നാണ്, ടാക്സ് എത്രയാണ്, ടാക്സ് കുറവാണോ, എക്സ്പെൻസീവ് ടാക്സസ് ആണോ, എക്സ്പെൻസീവ് അല്ലാത്ത ടാക്സസ് ആണോ, ഇതെല്ലാം ആര് മനസ്സിലാക്കണം, റീറ്റെയിൽ ചെയ്യുന്ന റീറ്റെയിലേഴ്സ് മനസ്സിലാക്കേണ്ട ഘടകങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ, this is critically important for the first sentence is one is the retailer has identified the source of supply and the next step it is evaluate and select the suppliers. അവർ ഇവാലുവേറ്റ് ചെയ്യും. സപ്ലയേഴ്സിൻ്റെ അടുത്ത് കറക്റ്റ് ഇവർ വില കുറച്ച് തരുന്ന ഒരു ടൈപ്പ് ആണോ, ഇവർ വലിയ അങ്ങനെയാണോ, ജാടക്കാരാണോ, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അതെല്ലാം റീറ്റെയിലേഴ്സ് ഒന്ന് ആദ്യം ചിന്തിക്കും. This is critically important for profitability, control over the supply chain and finally the existence. അതായത്
അതൊരു വിമർശകാത്മക ബുദ്ധിയാണ് അല്ലേ? കാരണം അവർക്ക് വില കുറച്ച് തരുന്നതാണെങ്കിൽ ചിന്തിക്കുന്നതാണെങ്കിൽ ആ വഴി നീങ്ങാം. വളരെ വില കൂടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരുള്ളൂ ഇത് സപ്ലയേഴ്സ് പറയുകയാണെങ്കിൽ അവരോട് നിൽക്കേണ്ട ഒരു രീതി എങ്ങനെ, ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യും, തർക്കങ്ങളൊക്കെ ഉണ്ടാവും, തർക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളെല്ലാം ഉണ്ടാവും. നമ്മളെന്ത് ഹോൾസെയിലായിട്ട് റീറ്റെയിലേഴ്സ് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സപ്ലയേഴ്സ് നിന്നോ, അതെല്ലാം എന്തിലേക്കാണ് ഒരു ക്രിട്ടിക്കലി ഒപ്പീനിയൻസിലേക്ക് വരും. വിമർശക അഭിപ്രായങ്ങൾ അങ്ങനെ അതൊക്കെ അനലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സപ്ലയേഴ്സ് റിലേറ്റബിലിറ്റി എന്നാണ് പറയുന്നത്. ബെസ്റ്റ് ഓഫേർഡ് പ്രൈസ് ഫോർ ദ പ്രോഡക്റ്റ് സോൾഡ്. നമ്മൾ പറയുന്ന പോയിന്റ് സോഴ്സ് പ്രോസസ്സുകളാണ്. This should be inclusive the credit period, transportation, timely, safely and cost effective, like similar other expenses. The lead time, delivery lead time is the one between the creation of order, receptive order. Then next ഇതിൽ പറയുന്ന പോയിന്റ് ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് കോഴ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ അല്ലെ. ഓവർവ്യൂ ആണ്, മൊത്തത്തിൽ നമ്മൾ ബ്ലോക്ക് ഓവർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ബ്ലോക്ക് മൊത്തത്തിൽ ഇതിൽ ക്യാഷ് ഡിസ്കൗണ്ട്, ഓഫൺ സീസൺ ഡിസ്കൗണ്ട്. ഇതിൽ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ പറഞ്ഞു, ഇതാണ്ടോ ക്യാഷ് ഡിസ്കൗണ്ട്. ഇതാ എന്ത് ക്യാഷ് ഡിസ്കൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് മീൻസ് എ സ്പെസിഫിക് percentage reduction of done of the retail makes the payment within a stipulated of company's policy അല്ലേ. അതായത് കമ്പനിയുടെ പോളിസി പ്രകാരം ക്യാഷ് ഡിസ്കൗണ്ട് ഇല്ലയോ ഉണ്ടോ എന്നെല്ലാം റീറ്റെയിലേഴ്സ് അറിഞ്ഞിരിക്കണം. ഓഫ് സീസൺ ഡിസ്കൗണ്ട്, ഈവൻ ദ ബൂസ്റ്റ് സെയിൽസ് ദ പ്രൊഡക്റ്റ് വെൻ ദർ ഈസ് ലിറ്റിൽ ഓർ നോ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് സച്ച് ഡിസ്കൗണ്ട്സ് ആർ ഓഫേർഡ്. ചില ഓഫർ ഉണ്ടാവും, ചില ഡിസ്കൗണ്ട് ഓഫർ വിത്ത് ഓഫറും ഉണ്ടാവും. കൂടെ എന്തെങ്കിലും ഒരു ദോശക്കല്ല് വാങ്ങുമ്പോൾ വേറൊരു ദോശച്ചട്ടി വേറെ എന്തെങ്കിലും ഫ്രീ ആയിട്ട്, ചിലപ്പോൾ ഗ്ലാസ്സോ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടോ എന്ന് ആര് നോക്കണം, റീറ്റെയിലേഴ്സ് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പ്രൊമോഷണൽ ഡിസ്കൗണ്ട്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൊമോഷണൽ ഡിസ്കൗണ്ട്? ഇറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പോളിസി ഓഫ് സ്പെസിഫിക് മാനുഫാക്ചർ. ഓക്കെ, depending upon the policy of manufacturer, a fixed percentage of purchase made by retailer from the specific manufacturer. പ്രത്യേക തരം ഉണ്ടാക്കുന്ന നിർമ്മിക്കുന്ന സാധനങ്ങൾ is given to the retailer to promotion of that specific manufacturer's plan. അതായത് റീറ്റെയിലേഴ്സ് പറഞ്ഞുണ്ടാക്കുന്ന ചില ശില്പങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ അതൊരു ബിസിനസ് ഫീൽഡ് അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്ന അതാണ് സപ്ലൈസ് ആവും. നമ്മൾ ശില്പം വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടാക്കുന്ന സപ്ലൈസ് ആരായിരിക്കും? ശില്പികൾ, സ്കൾപ്ചേഴ്സ് ആയിരിക്കും. അവരോടാണ് വാങ്ങുക ശില്പം. അങ്ങനെയാണെങ്കിൽ സേർട്ടൺ സേലിയൻ ഫാക്ടേഴ്സ് പ്രൊമോഷണൽ സ്കീം, അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവും. അത് വാങ്ങുമ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റൈല് അതൊക്കെ ഇവർ പറഞ്ഞ് ചിലപ്പോൾ എന്ത് ചെയ്യും, എക്സ്പെൻസീവ് ടാക്സ് കൂട്ടിയിട്ടും ടാക്സ് കുറച്ചിട്ടും സപ്ലൈസിൻ്റെ കയ്യിൽ കുറേ കാര്യങ്ങൾ റീറ്റെയിലേഴ്സ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.